ഹോർമൂസ് കടലിടുക്കിൽ ടോൾ പിരിവ് ഏർപ്പെടുത്താനുള്ള നിയമത്തിന് നിയമപ്രാബല്യം നൽകി പാർലമെന്ററി കമ്മിറ്റി. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ സൈന്യത്തിന്റെ മേജർ ജനറൽ കൊല്ലപ്പെട്ടതായി IRGC സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും ചേരുന്നു. മധു, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം പെന്റഗണിൽ നടന്ന ഒരു പ്രയർ സർവീസിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. US സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരുടെ ലക്ഷ്യം കാണാൻ വേണ്ടിയും. അതേസമയം ഹോശാന ഞായറാഴ്ചയിലെ മാർപ്പാപ്പ ലൂയി 14 അതിന് തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞത് രക്തം കൈകളിൽ പുരണ്ടവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് വലിയ ചർച്ചയാകുകയും ചെയ്തു. ഇപ്പോൾ പീറ്റ് ഹെക്സത്ത് പശ്ചിമേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ മാധ്യമപ്രവർത്തകരെ കണ്ടത്. അദ്ദേഹം പറയുന്നത് യുദ്ധം തുടർന്ന് തന്നെ പോകും, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു കരാറിൽ ഏർപ്പെടുവാൻ ഏറ്റവും നല്ല സമയമാണ് ഇറാന്റെ മുമ്പിലുള്ളത്. അത് മാത്രമല്ല, പുതിയ നേതൃത്വവുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. അതോടുകൂടി തന്നെ ഇതിനോടകം 11,000 ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഒരു കരയുദ്ധത്തിന് സാധ്യതയുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും യുദ്ധം ഏത് രീതിയിൽ പോകും എന്ന് മറ്റ് എതിരാളികൾക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ തയ്യാറല്ല. ട്രംപിനെ പറ്റിയും അദ്ദേഹം വലിയ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. പറയുന്ന വാക്ക് പാലിക്കുന്ന ഒരു US പ്രസിഡന്റ് ആണ്, മറ്റ് പ്രസിഡന്റുമാരെ പോലെയല്ല. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ മണിക്കൂറിൽ വന്നത്, അമേരിക്കയുടെ പക്കൽ നല്ല രീതിയിൽ എണ്ണയുണ്ട്, എണ്ണ ആവശ്യമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങൂ. ഇനി ഹോർമൂസ് കടലിടുക്കിലെ എണ്ണയാണ് ആവശ്യമെങ്കിൽ ആ എണ്ണ ആവശ്യമുള്ളവർ അവിടെ പോയി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ. അതായത് പരിഹാസ രൂപേണയാണ് ഇത് പറഞ്ഞത്. അമേരിക്കയെ മറ്റ് സഖ്യകക്ഷികൾ സഹായിക്കാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, സഖ്യകക്ഷികൾ പിന്തുണയ്ക്കാത്തവർക്ക് ഭാവിയിൽ അമേരിക്ക പിന്തുണയ്ക്കില്ലെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ അസോസിയേറ്റ് പ്രസ് പുറത്തുവിട്ട ഒരു വാർത്തയാണ്, അറബ് രാജ്യങ്ങൾ യുദ്ധം പകുതി വെച്ച് നിർത്തിപ്പോകരുതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വിരോധാഭാസം, ഒരിക്കൽ ഒസാമ ബിൻ ലാദന് ഒളിത്താവളം ഒരുക്കിയ പാകിസ്ഥാൻ ഈ സമയത്ത് ഒരു നിർണായക അമേരിക്കയുടെ ഒരു ഈ മീഡിയേറ്റർ ഘടകമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര, അമേരിക്ക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.